ഗുഡ് ഈവനിങ് എവരിവൺ, വെൽക്കം ടു ആസ്ക് ഐഎഎസ്. നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 45 ഡേയ്സിൽ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്ലാനും അതിനുള്ള മെറ്റീരിയൽ പ്രൊവിഷനും ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു യാത്ര. അതിന് ഏകദേശം അവസാനത്തിലെത്തുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയമാകുമ്പോഴേക്കും നമ്മൾ ആ യാത്ര കഴിഞ്ഞിരിക്കും ഏകദേശം. സോ അപ്പോൾ ഇനിയുള്ള ഒരാഴ്ച നമുക്ക് ഇത് എങ്ങനെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നോട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ഒപ്പം രണ്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ഈ പ്രാവശ്യം ഉന്നത വിജയം കരസ്ഥമാക്കിയ ദീപുവും അനുവും നമ്മളോടൊപ്പം ഉണ്ട്. ദീപു, വെൽക്കം. അനു, വെൽക്കം ടു ദിസ് ഇനിഷ്യേറ്റീവ്. സോ അപ്പൊ നമുക്ക് ഇതിൽ ആദ്യമേ നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ഇനിയിപ്പോ ഒരാഴ്ചയുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് എക്സാക്ട്ലി 1 വീക്ക്, അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ പ്രിലിംസ് കഴിഞ്ഞ് നമ്മൾ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. സോ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് ഈ ഒരാഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? പൊതുവെ നമ്മുടെ അവസാനത്തെ ആഴ്ച എന്ന് പറയുമ്പോഴേക്കും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ്, നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെങ്കിൽ അവരുടെ നോട്ട്സ്, NCERTs, ബേസിക് ബുക്സ് ആയിട്ട് ലക്ഷ്മികാന്ത്, മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ UPSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ലൈക്ക് റീസെന്റ് ഇറങ്ങിയ GI ടാക്സ്, പിന്നെ ഇന്ത്യയിലെ പുതിയ നാഷണൽ പാർക്കോ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രിപ്പറേഷന്റെ കോഴ്സിൽ കവർ ചെയ്ത കാര്യങ്ങളാണ്. ഈ കവർ ചെയ്ത കാര്യങ്ങൾ വീണ്ടും കവർ ചെയ്യുക എന്നുള്ളതാണ്, അതായത് റിവൈസ് ചെയ്യുക, തറവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസാനത്തെ ഒരാഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടതോ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ UPSC ഇത് ഫ്രെയിം ചെയ്യുന്നത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുക. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫണ്ടമെന്റൽസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും പ്രധാനം നമ്മൾ ഇതുവരെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവസാനത്തെ കാലത്ത് ഒരാഴ്ച പുതിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല. ഓൾറെഡി പഠിച്ചതിനെ കൺസോൾഡേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പുതിയ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുക. പരമാവധി പുതിയ ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഇപ്പം നിങ്ങൾ പലരും പ്ലാൻ ഉണ്ടാക്കുമ്പോഴേക്കും അവസാനത്തെ ഒരാഴ്ച ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള പരീക്ഷകളൊക്കെ ചെയ്യാന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും. അതായിരിക്കും പ്ലാൻ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച രീതിയിലൊരു ഒരു പെർഫോമൻസ് ആ പരീക്ഷകളിൽ കാഴ്ചവെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുക. UPSCയുടെ പഴയ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക. കാരണം UPSC പലപ്പോഴും സെയിം ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്, റെപ്പറ്റീഷൻസ് വരാറുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓൾറെഡി ഉള്ള കാര്യങ്ങൾ വീണ്ടും നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമുക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ UPSCയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ലൈറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എനിക്ക് ദീപു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ സാധനങ്ങൾ, കുറെ മെറ്റീരിയൽ വായിച്ച് പഠിക്കാൻ ശ്രമിച്ച് സമയം കളയാതിരിക്കുക. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഒരിക്കലും എത്ര പുതിയ ഇൻഫർമേഷൻ ഉണ്ടാക്കിയാലും നമുക്കത് റിവൈസ് ചെയ്ത് തറവാക്കാനുള്ള സമയമില്ല. രണ്ടാമത്, പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ, നമുക്ക് ഇങ്ങനെ പഠിച്ചില്ല കംപ്ലീറ്റ് ആയില്ല എന്നൊരു ചിന്ത വരും. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽ പുതുതായിട്ട് കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയാനും നമ്മുടെ സ്ട്രെസ് കൂടാനും സാധ്യതയുണ്ട്. മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളെങ്കിലും ഓർമ്മ വരും. അപ്പൊ നമുക്കൊരു ആകെ മൊത്തം ഒരു പോസിറ്റീവ് ഫീലിംഗ്, ഞാൻ പഠിച്ചത് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായി ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊരു കോൺഫിഡൻസും വരും. അപ്പോൾ പുതിയ മെറ്റീരിയൽ അവോയ്ഡ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തറവാക്കുക. പിന്നെ അത് മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കിപ്പം ഒരു പഠിച്ചു ഒക്കെ കോൺഫിഡന്റ് ആയിരിക്കും വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോക്സ് അത്ര നല്ല ക്വാളിറ്റി അല്ല. ചില ആൾക്കാർ വളരെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ട് അവരുടെ മോക്സ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ മനഃപൂർവ്വം ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ഇടും. അപ്പൊ ഇതൊക്കെ ഇടുമ്പോൾ സംഭവിക്കാൻ നമ്മുടെ കോൺഫിഡൻസ് തകർന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ബേസിക്കലി ഈ പ്രിലിമിനറി UPSCയുടെ ഏത് ലെവലിലാണെങ്കിലും ഒരു മൈൻഡ് ഗെയിം ആണത്. അപ്പൊ നമ്മുടെ മൈൻഡ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണെന്ന് അനുസരിച്ചിരിക്കും നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കരുത്. അപ്പൊ ലാസ്റ്റ് 1 വീക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മനസ്സിനെ കാമാക്കുക, പ്രസൻസ് ഓഫ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങിയാലും കുഴപ്പമില്ല. ബിക്കോസ് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കാനുള്ളതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 7 ദിവസം കൊണ്ട് പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകില്ല. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പോലെ റിവൈസ് ചെയ്യുക, കാമായിട്ടിരിക്കുക, ഒരു ഹാപ്പി മൈൻഡ് സെറ്റിൽ പരീക്ഷ എഴുതാൻ പോകും.
ഈ ത്രൂ ഔട്ട് ടൈമിൽ നമ്മൾ എഴുതി ഉണ്ടാക്കി നമ്മൾ നോട്ടുകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ നോട്ടുകളൊക്കെ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റിവൈസ് ചെയ്യാം. അതെ അതെ അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ക്വിക്ക് ആയിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഹിസ്റ്ററി പോലെയൊക്കെ അതിന്റെ ടൈം ലൈൻ ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായും. അപ്പൊ നമ്മൾ ഇത് ഈ 1 വീക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോ എക്സാം ഹോളിൽ ചെല്ലും. ഈ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ സാധാരണ ചിലപ്പോൾ നമ്മൾ കുറെ മിസ്റ്റേക്സ് നമ്മൾ കാണിക്കും അവിടെ തന്നെ. യൂഷ്വലി പെട്ടെന്ന് മേ ബി നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻഷനും ഉണ്ടാവും. സോ എന്തൊക്കെയായിരിക്കും നമ്മൾ ആ യൂഷ്വലി കാണിക്കുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ഒന്നാമതായിട്ട് പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇത് 2 മണിക്കൂറിന്റെ എക്സാം ആണ്. ഓക്കെ, പക്ഷെ പലപ്പോഴും ഒരുപാട് ആൾക്കാരും ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി ഫിനിഷ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ 1.25 മണിക്കൂർ. എന്റെ സജഷൻ എന്ന് വെച്ചാൽ 2 മണിക്കൂറും ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം 2 മണിക്കൂർ എഴുതാനുള്ള പരീക്ഷ ഉണ്ട്. ആ ഒരു രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. തന്നേക്കുന്ന സമയം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മുടെ അസംഷൻസും കൊണ്ട് എക്സാം സെന്ററിലേക്ക് പോകാതിരിക്കാം. ഓക്കെ, എക്സാമിന്റെ ടഫ്നെസിനെ പറ്റിയോ അല്ലെങ്കിൽ കട്ട് ഓഫ് എത്ര ആവും എന്നുള്ളതിനെ പറ്റിയൊന്നും നമ്മുടേതായിട്ടുള്ള അസംഷൻസും കൊണ്ട് UPSC പോയിരിക്കാം. അപ്പൊ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രിജുഡിസസ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഇന്റർപ്രറ്റ് ചെയ്തതിനെ അഫക്ട് ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ വരാതെ നല്ല സമയം എടുത്ത് UPSC തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പറായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി ആൻസർ മാർക്ക് ചെയ്യുക. ഞാനിത് പറയാനുള്ളൊരു കാരണം, പലപ്പോഴും പല ആൾക്കാരും ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചു നോക്കി ആൻസർ എഴുതി പോകുന്ന രീതിയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേപ്പറുമായിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്യുക. ഇന്ററാക്ട് ചെയ്യുന്ന സെൻസ് നമ്മുടെ കയ്യിലുള്ള പേന വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ പേപ്പറിനകത്തുള്ള കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക. ഈ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക. ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്ര അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ഉത്തരം മാർക്ക് ചെയ്യാതെ നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം ഇന്ററാക്ട് ചെയ്ത് ആ പേപ്പർ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാത്ത ടോപ്പിക്സിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ സർവേ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഇന്ത്യൻ എക്കണോമിയുടെ സർവേ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ സർവേ വായിച്ചിട്ടുണ്ടാവില്ല. സോ ജസ്റ്റ് ബിക്കോസ് യു ഹാവൻ റെഡ് ദാറ്റ് സർവേ സൺവൈസ് ടു സ്കിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ പലപ്പോഴും നമ്മുടെ ലോജിക്ക് അല്ലെങ്കിൽ റാഷണാലിറ്റി യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ആൻസർ കിട്ടുമായിരിക്കും. അപ്പോൾ അറിയാത്തില്ല എന്നുള്ള കാരണം കൊണ്ടൊരു ടോപ്പിക്ക് വിടാതിരിക്കുക. അതിന്റെ മുകളിൽ മാക്സിമം എഫേർട്ട് ഇടുക. അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും വിടുക. വീണ്ടും അതിന് പലപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും ഒരു ക്ലൂ ആ ഒരു ക്വസ്റ്റനിൽ UPSC തന്നെ പലപ്പോഴും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ സജഷൻസ്. ഒരു ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള മിസ്റ്റേക്സ് അറിയില്ല എന്ന് കരുതി മിസ്സാക്കുക, സമയമെടുത്ത് വായിക്കാതിരിക്കുക. കാരണം പലപ്പോഴും സെന്റൻസസിനുള്ളിൽ UPSC തന്നെ ക്ലോസ് ഇട്ടേക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള. അത് ചിലപ്പോൾ ഒരു പേരാവാം, ഒരു വർഷമാവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ആവാം. അത് മാക്സിമം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിക്കുക. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര അൺസെറ്റിൽഡ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനായിട്ടൊന്ന് ഇടപഴകുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണം. അപ്പൊ അതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ആദ്യം കറക്റ്റ് ഒരു സജഷനാണ്, ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു 3-4 ക്വസ്റ്റിന്റെ ആൻസറുകൾ തുടക്കത്തിലെ കറപ്പിക്കാതെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ആൻസേഴ്സ് പലപ്പോഴും തെറ്റാവാൻ നമുക്ക് അന്നേരത്തെ ഒരു വെപ്രാളത്തിന്റെ പേരിൽ നമ്മൾ തെറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യത്തെ 5 മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. പക്ഷെ എല്ലാ ആൻസറും ഒരുമിച്ച് അവസാനം മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ മാർക്ക് ചെയ്ത് കറുപ്പിക്കുമ്പോൾ അത് തെറ്റിപ്പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ജനറലായിട്ട് നമ്മൾ സ്റ്റുഡൻസ് കാണിച്ചു വരുന്ന മിസ്റ്റേക്സ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എക്സാം ഇപ്പം ഫസ്റ്റ് പേപ്പർ നമ്മൾ പലപ്പോഴും സബ്ജക്ട് വൈസ് ആയിട്ടായിരിക്കും UPSC പേപ്പർ അറേഞ്ച് ചെയ്യുക. അത് ആർട്ട് ആൻഡ് കൾച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കും മേ ബി ആദ്യം വരിക. അപ്പൊ അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. അപ്പൊ ആദ്യത്തെ ഒരു 5-10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ ഡീമോട്ടിവേറ്റഡ് ആവാതെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മിഡിൽ നിന്നോ അല്ലെങ്കിൽ എൻഡിൽ നിന്നോ തിരിച്ച് ചെയ്തു നോക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് പോവാം. ഇതൊക്കെയാണ് എനിക്ക് ജനറൽ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എനിക്ക് കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. ഈ അവസാനം പറഞ്ഞ പോയിന്റ് ഒന്ന് തുടങ്ങാം. ഞാൻ ഈ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ 25 സെറ്റ് ABCD എന്നുള്ളത് 25 എന്ന് വെച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഈ 25 ഏതെങ്കിലും ഒരു 25 സെറ്റില് തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ഭയങ്കര ടഫായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പം സെറ്റ് A കിട്ടുമ്പം സെറ്റ് Aയിലെ തുടക്കത്തിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ടഫിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ്. അത് Bയിലും Cയിലും വരുമ്പം അത് ചിലപ്പോൾ നടുക്കിലോ ലാസ്റ്റിലോ ആവും.
അപ്പൊ നമുക്കൊരു പേപ്പർ കിട്ടിയിട്ട് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം ഡിപ്പ് ചെയ്യും. നമുക്ക് ആകെ ആ ഒരു സമയത്ത് നമുക്ക് ആകെ എന്താ പറയാ, നമ്മുടെ സ്ട്രെസ് എല്ലാം കൂടെ ഭയങ്കര നെഗറ്റീവ് അടിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം പേപ്പർ കിട്ടി നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ സാരമില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ 10ാമത്തെ അറിയില്ലെങ്കിൽ 15ാമത്തെ 20ാമത്തെ അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻ വിട്ടിട്ട് 26ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് അത് ചെയ്തിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. പിന്നെ ദീപു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ അറിയാത്ത ക്വസ്റ്റ്യൻ വിടുന്നത്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ UPSC ക്ലിയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടല്ല അവർ ക്ലിയർ ചെയ്യുന്നത്. അറിയാത്ത ക്വസ്റ്റ്യൻസ് വളരെ കോമൺ സെൻസ് ഉപയോഗിച്ചും എന്തൊരു സാമാന്യ ബോധവും ഇത്തിരി ഇന്റലിജൻസും, പിന്നെ നമ്മൾ അതുകൊണ്ടാണ് നിങ്ങളോട് പണ്ടത്തെ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കും. ആ സ്കില്ല് വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്, അല്ലാതെ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കുത്തിയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാവുന്ന നോളജ് വെച്ചിട്ട് ഈ അറിയാത്ത ക്വസ്റ്റ്യന്റെ ഉത്തരം ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 98 അതിന് മുന്നത്തെ വർഷം 104 എന്തുകൊണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും, അങ്ങനെ വിചാരിച്ച് പോവാതിരിക്കുക. ഓരോ വർഷം കട്ട് ഓഫ് മാറും, ബിക്കോസ് ഓരോ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ മാറും. അപ്പൊ ചില ക്വസ്റ്റ്യൻ വർഷം ഇപ്പം 2016 എങ്ങാണ്ട് 116 ജനറൽ കട്ട് ഓഫ്, ഈ വർഷം 98 കട്ട് ഓഫ്. അപ്പൊ അത് പേപ്പർ അനുസരിച്ചിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ആവരുത് നിങ്ങൾ നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു നല്ല പ്രിപ്പറേഷൻ ഉള്ളൊരു വ്യക്തിക്ക് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പർ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അതൊരുവിധം എല്ലാവർക്കും ടഫായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കോൺഫിഡൻസ് വേണം. അപ്പൊ നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാതെ പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പേപ്പർ ടഫ് ആണോ എന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വളരെ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങൾക്ക് പേപ്പർ ഭയങ്കര ടഫ് ആണെങ്കിൽ ഇറ്റ്സ് എ ടഫ് പേപ്പർ എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്റെ അഭിപ്രായത്തിൽ പേഴ്സണലി ഒരു 75-80 ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 85 ആ ഒരു റേഞ്ചാണ് ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളത്. അത് ഓരോരുത്തരുടെയും ആക്യുറസി അനുസരിച്ചിരിക്കും. അപ്പോ അത് ചെയ്യും. പിന്നെ പ്രിലിംസ് ഹാളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, അവിടെ ചെന്ന് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ജസ്റ്റ് നിങ്ങളെ തന്നെ മൈൻഡ് സ്പേസ് ക്ലിയർ ആയി കാമായിട്ട് ചെയ്യുക. ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാന്ന് വിചാരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഒറ്റ ക്വസ്റ്റിന്റെ മേലെ സ്റ്റക്ക് ആവാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ പേപ്പർ വളരെ ലെങ്തി പേപ്പർ ആയിരുന്നു. ഈ പലപ്പോഴും ഇപ്പൊ ഞാനൊക്കെ ചെയ്യുമ്പോൾ പേപ്പർ 2-3 തവണ മൊത്തം ഈ 100 ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ പേപ്പർ ലെങ്തി ആകുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര ടഫാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ സർക്കിൾ ചെയ്തിട്ട് കം ബാക്ക് നിന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കോഡ് എഴുതി വെച്ചിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്ത് പേപ്പർ ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വരിക. അല്ലാതെ ഈ ക്വസ്റ്റിന് മേലെ ഇരുന്ന് സമയം കളയും. ഇതാണ് എനിക്ക് പറയാൻ. ഇപ്പൊ ദീപും അനുവും പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ക്വസ്റ്റിന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പൊ ടൈം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ വന്നിട്ട് പലരും ക്വസ്റ്റ്യൻ പേപ്പർ ഈവൻ വായിച്ചു തീർക്കാൻ ഒരു പ്രാവശ്യം വായിച്ചു തീർത്തപ്പോൾ തന്നെ 1.5 hours മുകളിൽ പോയി, രണ്ടാമത് വായിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ വന്നു. സോ അങ്ങനെ ഒരു ടൈം ഇഷ്യൂ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം? ഇപ്പൊ റീസെന്റ് ഇപ്പൊ ക്വസ്റ്റിന്റെ ഡിഫിക്കൽറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 2016 ശേഷം കൊണ്ടുവരികയാണെങ്കിൽ ഗ്രാജുവലി ആ ഡിഫിക്കൽറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം കട്ട് ഓഫ് ഡിക്രീസ് ചെയ്യുന്നതിനൊരു എക്സാമ്പിൾ ആണ്. സോ അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന്റെ ഈ ലെങ്ത് ഉള്ള വിഷ്വലി വായിച്ചു തീർക്കണം നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. 7 ദിവസം സമയമുള്ളപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ടാക്കിൾ ചെയ്യാൻ അല്ല ഇപ്പോഴല്ല നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരിക്കും ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അത് ടൈമിൽ തീർക്കാൻ പറ്റില്ല എന്നൊരു ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു തീർക്കാൻ? ഇപ്പൊ ആദ്യമേ ഇനീഷ്യലി കിട്ടുമ്പോൾ നമ്മൾ ആൻസറുകൾ മാർക്ക് ചെയ്ത് പോകണം, അതോ ജസ്റ്റ് ഇപ്പൊ അനു പറഞ്ഞ പിക്ക് ചെയ്ത് വെച്ചിട്ട് പോകണം? എന്താണ് ഒരു മെത്തേഡ് എന്നുള്ളത് ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ഇത് എനിക്ക് സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ എന്റെ ഈ കഴിഞ്ഞ 2019 മെയിൻസ് എഴുതുമ്പോൾ യൂഷ്വലി 45 മിനിറ്റ്സിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് പേപ്പർ ചെയ്ത് തീരുന്ന എനിക്ക് 1.25 മണിക്കൂർ എടുത്തു ഫസ്റ്റ് റൗണ്ട് തീരാൻ. അപ്പം ആ പോയിന്റില് അത് എനിക്ക് ഒരു 80, അത് നമുക്ക് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ടൈം എക്സൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ സാധാരണ നിങ്ങൾ 3 തവണയാണ് വായിക്കുന്നെങ്കിൽ 2 തവണയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ 2 തവണയാണെങ്കിൽ 1 തവണയാണെന്ന് മനസ്സിലാക്കിയിട്ട് ബബിൾ ചെയ്ത് പോവുക. ബബിളിങ് ലാസ്റ്റിലേക്ക് അപ്പൊ കൂട്ടി വെക്കരുത്. നമ്മൾ കുറച്ചെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് ബബിൾ ചെയ്ത് പോവുക. കാരണം അവസാനം ചിലപ്പോൾ നമ്മൾ അവസാനത്തേക്ക് ബബിൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പേപ്പർ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം ടൈം ഔട്ട് ആവും.
അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെങ്തി ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ നമുക്ക് അത് വേറെ എനിക്ക് ദീപുന് കുറച്ചും കൂടെ നല്ലൊരു സ്ട്രാറ്റജി പറഞ്ഞു തരാൻ പറ്റും തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആക്ച്വലി നമുക്ക് ശരിയാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. കാരണം സെന്റൻസ് ലെങ്ത് കൂടുമ്പോഴേക്കും നമുക്ക് അതിനകത്തുള്ള മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടെയാണ്. ഓക്കെ, സോ ലെങ്തി ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കാൻ സാധ്യത കൂടുതലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. അടുത്തൊരു 4-5 ദിവസം ഈ പറഞ്ഞ പോലുള്ള വലിയ UPSC ലെവലിൽ UPSC ചോദിക്കുന്ന വലിയ സെന്റൻസുകളുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സെന്റൻസ് നമ്മൾ ആദ്യത്തെ വട്ടം വായിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേന ഉപയോഗിച്ച് കീവേഡ്സ് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വട്ടം അത് റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കീവേഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് there might be something in the keyword the sentence that strike us odd to. നമുക്ക് ഭയങ്കര ഓഡായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ UPSC അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വേർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ കീ അല്ല ഫുള്ള് സെന്റൻസുകൾ വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ 1-2 സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആദ്യ വട്ടം വായിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രോപ്പർ ആയിട്ട് പേന ഉപയോഗിച്ച് അതിലെ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചു പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കുറെ സമയം സേവ് ചെയ്യാൻ പറ്റും. 2-3 വട്ടം വായിച്ച് വിടുന്ന സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പലപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കറക്റ്റ് ആക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ലോങ് സെന്റൻസ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരിക. അത് അല്ലെങ്കിൽ നമുക്കിപ്പോ പറയുന്നത് ഫസ്റ്റ് ടൈം വായിച്ചു പോകുമ്പോൾ നമുക്ക് കൺഫേം ഉള്ള ഷുവർട്ടില്ല 100% ഷുവർട്ടി ഉള്ളത് മാർക്ക് ചെയ്യുന്ന ശേഷം പിന്നീട് ആ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോയാൽ നമുക്ക് കുറച്ചൊക്കെ ടൈം സേവ് ചെയ്യാൻ പറ്റും അല്ലെ? അത് ഡിപ്പെൻഡ്സ്. എക്സാമിന്റെ മൊത്തത്തിലുള്ള ഒരു നേച്ചർ എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും. അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഞാൻ ചോദിച്ചത് ദീപ് നമ്മളിപ്പോ വായിച്ചു പോകുമ്പോൾ ഏറ്റവും നമുക്ക് കൺഫേം ഉള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ട് അപ്പൊ തന്നെ പിന്നീട് രണ്ടാമത് നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എൻറ്റയർലി അവോയ്ഡ് ചെയ്യാലോ. നമുക്ക് ആ 100% ഷുവർട്ടി ഉണ്ട്. അങ്ങനെ പോയാലും കുറച്ച് ടൈം വേണമെങ്കിൽ നമുക്ക് ലാഭിക്കാം, യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ? ലാഭിക്കാൻ പറ്റും. പക്ഷെ എന്റെ സജഷൻ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരിക്കലും അവസാനത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവസാനത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒട്ടും പറ്റില്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് പറ്റാത്ത പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നോളജ് ഇല്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, there will be something rational or logical that you can do about that question. നമ്മുടെ ലോജിക്കും റാഷണാലിറ്റിയും ഇൻറ്റ്യൂഷനും നോളജും ഒന്നും വർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് നീ പറഞ്ഞ പോലെ വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും ഒഴിവാക്കി വെക്കാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ മറ്റൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാം ഹോളിൽ ഇപ്പൊ ആദ്യം അനു പറഞ്ഞ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പഠിച്ച കാര്യം ചിലപ്പോൾ ഓർമ്മ വരാതിരിക്കും. നമുക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് വരും. നമുക്ക് പലർക്കും അത് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സ്ട്രെസ് നമുക്ക് അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ഹോളിൽ നമുക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചു നേരം റിലാക്സ് ചെയ്യുക, നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം? എളുപ്പമുള്ള ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ പേപ്പർ അവസാനത്തിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ റാൻഡം ആയിട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഇപ്പോൾ ഓരോ പേജ് മറിച്ച് വിടും. ചിലപ്പം ഭയങ്കര എക്സ്ട്രീംലി ടഫാണ്. ചിലപ്പം ഓരോ പേജിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതൊരു കോൺഫിഡൻസിന്റെ കളിയാണ് ബേസിക്കലി. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന നമുക്ക് ചെയ്ത് പോയാൽ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 10-12 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്നത് എൻ്റയർ പേപ്പർ പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് പയ്യെ ബൂസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു 10-15 ക്വസ്റ്റ്യൻ എക്സ്ട്രീംലി ടഫ് ആണെങ്കിൽ ആ ഒരു ഓർഡറിലൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഓക്കെ, അവസാനത്തും തുടങ്ങാം. അല്ലെങ്കിൽ ഓരോ പേജ് മറിച്ച് പോയി ഇപ്പം ഓരോ പേജ് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റനോ അല്ലെങ്കിൽ 2 പേജിൽ ഒരു ക്വസ്റ്റനോ ഉണ്ടാവും, അതെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് പോവാം. ഒരു 10-15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയായെന്നൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലെവൽ മാറും. പിന്നെ നമ്മൾ ആദ്യം ഇരുന്ന പോലത്തെ ഒരു ചിന്താരീതി ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ബാക്കിയുള്ളത് കുത്താനായിട്ട്. ഫസ്റ്റ് ഏറ്റവും അറിയാവുന്ന ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്നൊരു രീതി അതാണ്. ആദ്യത്തെ റൗണ്ടിൽ എല്ലാം ചെയ്ത് തീർക്കാന്നുള്ളതല്ലാതെ ഇപ്പൊ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ കോൺഫിഡൻസ് മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് അതൊരു രാഷണൽ അപ്രോച്ച് ആണ്. നമുക്ക് എങ്ങനെ നമ്മുടെ അപ്പോഴത്തെ കോൺഫിഡൻസ് സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളത്. ബ്രീത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ യു ഹാവ് ടു ടോക്ക് ടു യുവർ സെൽഫ്. ലൈക്ക് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരു 3 തവണ calm yourself, like just calm down എന്ന് എന്നോട് തന്നെ പറയും. I talk to myself a lot, like when I am writing the exam. So ഞാൻ എന്നോട് എന്താ പറയാ, just calm down, you've studied really hard, you've got this under control,
കാം ഡൗൺ കൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറയ്ക്കുക. ബിക്കോസ് ഹാർട്ട് ബീറ്റ് കുറഞ്ഞാലേ നമ്മുടെ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് അപ്പോഴേ നമുക്ക് കാം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നേരത്തെ ദീപു പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ക്ലൂസ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ആ മെന്റൽ സ്റ്റേറ്റ് കാമായിരിക്കണം. അപ്പൊ ഞാൻ എന്റെ ഒരു ഇന്നർ കോൺവെർസേഷൻ എനിക്ക് പരീക്ഷ 5 പ്രിലിംസ് ചെയ്തുകൊണ്ട് ടഫ് ആകുമ്പോൾ ഇന്നർ കോൺവെർസേഷൻ ഞാൻ പറയാം. ചെല്ലും പേപ്പർ ചിലപ്പോൾ ടഫ് ആയിരിക്കും, മിക്കവാറും ടഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബ്രീത്ത് ആൻഡ് ടെൽ മൈസെൽഫ് ഓക്കെ ഈ പേപ്പർ ടഫാണ്, കുറെ മിക്കവാറും കാര്യങ്ങൾ നിനക്ക് അറിയില്ല, പക്ഷെ ഡോണ്ട് വറി, കുറെ കാര്യം നീ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് എന്ന് എന്നെ തന്നെ കൺവിൻസ് ചെയ്യും. അത് ഓരോ കാൻഡിഡേറ്റും അവനവനെ കൺവിൻസ് ചെയ്യണം ദാറ്റ് ഐ ഹാവ് സ്റ്റഡി റിയലി ഹാർഡ്, എനിക്കിത് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് വരുത്താൻ നിങ്ങൾ 2 മിനിറ്റ് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ബിക്കോസ് ബാക്കി ഫുള്ള് നിങ്ങളെ എത്രത്തോളം കോൺഫിഡൻസ് ആണെന്നനുസരിച്ചിട്ടാണ് ബാക്കി. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അത്യാവശ്യം പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഒരു 11-12 ക്വസ്റ്റ്യൻ മിനിമം പേപ്പറിൽ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ ദീപു പറഞ്ഞ പോലെ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് ഫീലിംഗിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അറിയില്ല, ക്വസ്റ്റ്യനിലൊന്നും അറിയില്ലെങ്കിൽ സ്ട്രെസ് അടിച്ചതുകൊണ്ട് നമ്മുടെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് കുറയുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ പോയി പേപ്പർ ടഫാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾ പാസ്സാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കാമായിട്ടിരിക്കുക. നിങ്ങൾ ഈ സോ ഒക്കെ പോലത്തെ ഈ ത്രില്ലർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതില് ഈ സീരിയൽ കില്ലർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അവസാനം രക്ഷപ്പെടുന്ന ആളുകൾ അവരുടെ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ്. അല്ലാതെ കുറെ വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആൾക്കാർ യൂഷ്വലി ചാവുകയാണ് ചെയ്യുക ഇൻ ദീസ് മൂവീസ്. സോ യു തിങ്ക് ഓഫ് UPSC as a ഗെയിം, ആൻഡ് ആ ഗെയിമിലും കോമൺ സെൻസും കാംനെസ്സും നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കിടക്കും എന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് ഓൺലി നോളജ്, ഇറ്റ്സ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. ഇത് അവനവനോട് പറഞ്ഞിട്ട് കാമാക്കിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കും നല്ലത്. നമ്മൾ റീസെന്റ് ഇപ്പൊ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ കട്ട് ഓഫ് പറയുന്നത് മനസ്സിലായി. അപ്പൊ ഈ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ആസ് നമ്മൾ മാത്രമാണ് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നത്, നമ്മളെ മുമ്പിൽ നമ്മളൊരാൾ മാത്രമാണ്, ബാക്കിയുള്ള വേറെ ആൾ ബുക്ക്. പക്ഷെ നമുക്ക് ഈ ഒരു എക്സാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ഡിഫിക്കൽട്ട് ആണോ, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനൂപ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് ആണോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താറ്? സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ഉത്തരം പറയാനുള്ള യോഗ്യത എനിക്കില്ല. കാരണം കഴിഞ്ഞ പ്രിലിംസിന്റെ പേപ്പർ കഴിഞ്ഞിട്ട് പോലും ദീപു പറഞ്ഞപ്പോഴാണ് ഈ പേപ്പർ ടഫായിരുന്നു എന്നുള്ള വിവരം ഞാൻ തിരിച്ചറിഞ്ഞത്. ഓക്കെ, എനിക്ക് എല്ലാ പേപ്പറും ടഫാണ്. എനിക്ക് എങ്ങനെ ഭയങ്കര എളുപ്പമുള്ള ഒരു പേപ്പർ ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് എല്ലാ പേപ്പറും പൊതുവെ ടഫായിട്ടാണ് തോന്നാറ്. അപ്പൊ സത്യത്തിൽ ഇതിന്റെ ആൻസർ ദീപു പറഞ്ഞോട്ടെ. കാരണം സംഭവം ഇതിങ്ങനെ ഭയങ്കര എളുപ്പമുള്ള പരീക്ഷ ക്വസ്റ്റ്യൻസ് UPSC അങ്ങനെ ഒരു 2016 ഒഴിച്ച് ബാക്കി ഒരു വർഷവും എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര എളുപ്പം എക്സാം ആണെന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടില്ല. എല്ലാ വർഷങ്ങളും മൊത്തം എളുപ്പം കഴിഞ്ഞ ഞാൻ ചെയ്യുന്ന രീതി പറയാം. ഓക്കെ, ഇത് നിങ്ങളത് ആ രീതി ചെയ്യണമെന്നോ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളതല്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത്, ഞാൻ ഫസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 100% എനിക്ക് ഉറപ്പാന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം അത് ചെയ്ത് വരുമ്പോഴേക്കും അതിനകത്ത് ഒരിക്കലും ഞാൻ ഒരു ഗസ് വർക്ക് വഴിയോ പ്യുവർ നോളജ് ചോദിച്ചാൽ ഐ നോ ദാറ്റ് ദിസ് ഇസ് ആൻസർ. ഇപ്പം 1 and 2 എലിമിനേറ്റ് ചെയ്ത് എത്തുന്ന അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഗസ് വർക്ക് എത്തിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, പ്യുവർലി നോളജ് ബേസ്ഡ് എന്റെ അറിവ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻ ഒരു റൗണ്ടിൽ ചെയ്യാൻ പറ്റും നോക്കും. യൂഷ്വലി എന്റെ ഹയസ്റ്റ് വന്നേക്ക് 42 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് 100% ഉറപ്പെന്ന് പറഞ്ഞാൽ 42 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ലെവൽ ആ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ഏകദേശം മനസ്സിലാവും, കാരണം എത്രമാത്രം ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മോക്ക് എക്സാംസ് ചെയ്ത് നോക്കുമ്പോഴേക്കും ആ ഒരു ഫസ്റ്റ് റൗണ്ട് ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് എപ്പോഴും നോളജ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് UPSC ലിമിറ്റഡ് ആണ്. ഓക്കെ, എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് എത്തുന്നുള്ളതാണ് ഇത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉള്ളത്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പം നമുക്ക് 100% നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പം വീണ്ടും ഒരു ഐഡിയ കിട്ടും. സെക്കൻഡ് റൗണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു എലിമിനേഷനും ലോജിക്കും റാഷണാലിറ്റി യൂസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ സെന്റൻസസുകൾ സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ 1-2 റൗണ്ട് കഴിയുമ്പോഴേക്കും മനസ്സിലാവും എക്സാം ഭയങ്കര ടഫാണോ അത്ര ടഫ് അല്ല എന്നുള്ളത്. പക്ഷെ എന്നാലും
എനിക്ക് ഞാനും 7 പ്രിലിംസ് എഴുതിയിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു പരീക്ഷ കഴിഞ്ഞിറങ്ങിയാൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ആ എക്സാമിന് ടഫ്നെസ് നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്നത് നമുക്ക് എക്സാം സെന്ററിൽ ഇരുന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഭയങ്കര പാടാണ്, എനിക്ക് മാത്രം 90% ആൾക്കാർക്കും ഭയങ്കര പാടായിരിക്കും. 90 അല്ല, 99% ആൾക്കാർക്കും പാട് തന്നെയാണ്. ഓക്കെ, പ്രിലിംസിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെയിൻസ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് എഴുതി പോകുന്ന ഒരാൾക്ക് സർക്കസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലാണ്. അപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുപ്പിച്ചാൽ ആൻസർ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രിലിംസ് ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെ 2 മണിക്കൂർ നമ്മൾ എത്രത്തോളം ഹൗ വെൽ യു ഹാൻഡിൽ യുവർ സെൽഫ്, എനിക്കത് എഴുതി കഴിയുമ്പോഴേക്കും എക്സാം എഴുതി കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ടൈമേഴ്സ് ആണെങ്കിൽ മനസ്സിലാവും. അപ്പം ടഫ്നെസ് UPSC എക്സാം ഈസ് ഗോയിങ് ടു ബി ടഫ്. അതൊരിക്കലും ഭയങ്കര എളുപ്പമാക്കാൻ പോകുന്നില്ല. പക്ഷേ അതിന്റെ തന്നെ ഒരു റിലേറ്റീവ് ടഫ്നെസ് എന്ന് പറയുന്നൊരു ആ ബാൻഡ് ഭയങ്കര ചെറുതാണ്. ഒരു 10 മാർക്കിന്റെ ബാൻഡ് ആയിരിക്കും ഉണ്ടാവുക. 10 മാർക്കിന്റെ ബാൻഡ് ഇപ്പം 98 ചിലപ്പോൾ ഒരു കട്ട് ഓഫ് 105 മാറാം. 7 മാർക്കിന്റെ ബാൻഡ് എന്ന് വെച്ചാൽ 3 ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ ടഫ്നെസ് വെച്ച് നമുക്ക് മൊത്തത്തിലുള്ള ടഫ്നെസ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണോ ഭയങ്കര പാടാണോ നമുക്ക് അറിയാൻ വേണ്ടി ആ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും ഒരു പ്രീ ജഡ്ജ്മെന്റോടെ നിൽക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് ട്രൈ ചെയ്ത് തന്നെ നോക്കുക. പിന്നീട് ഇപ്പൊ നമ്മളിപ്പോ എക്സാം ഹോളിൽ വരുന്ന എക്സാം ഹോളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അതിനകത്തുള്ള കാര്യം. ഇനി നമുക്ക് മറ്റൊന്നും എക്സാം കഴിഞ്ഞതിന് ശേഷം, പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ടൈം ഒരു 40 days ഗ്യാപ്പ് ഉണ്ട് നമുക്ക് റിസൾട്ട്. ഓൾമോസ്റ്റ് 40 days ഗ്യാപ്പ് വരുന്നത്. സോ ഇതില് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പ്രിലിംസ് ചിലപ്പോൾ ക്ലിയർ ആകുമ്പോൾ അതിന്റെ ഒരു ഹാപ്പിനെസ്സിൽ ചിലപ്പോൾ ഒരു കുറച്ച് സമയം അങ്ങനെ പോകുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ വേറൊരു വിഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രിമ്മില് മേ ബി എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. സോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടൈം, ആ ഒരു ടൈം എത്രമാത്രം ക്രൂഷ്യലാണ് നമ്മുടെ ഒരു 40 days ഓഫ് ആ ടൈം എന്ന് പറയുന്നത്? ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഇത്തവണ എസ്പെഷ്യലി ക്രൂഷ്യൽ ആവും. കാരണം എക്സാമിന് ഭയങ്കര ടൈം കുറവാണ്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ 2-3 ആഴ്ചത്തോളം കുറവാണ്. ആ ടൈം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര നഷ്ടം തന്നെയാണ്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 90% ആസ്പിറൻസും ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് മാർക്കിന്റെ അറൗണ്ട് ആയിരിക്കും ക്ലബ് ചെയ്ത് തരിക മാർക്കുകൾ. ഇപ്പൊ മാക്സിമം ആൾക്കാർ വരും. ഇപ്പൊ ഒരു UPSC കട്ട് ഓഫ് ഒരു 105 ആണെന്നുണ്ടെങ്കിൽ ഒരു പരമാവധി ആൾക്കാർ ഒരു 102 തൊട്ട് ഒരു 108 റേഞ്ചിലായിരിക്കും ഒരു അഗ്രിഗേറ്റ് മാർക്കുകൾ വന്ന് കിടക്കുന്ന ആ റേഞ്ചിൽ. അപ്പൊ ഇവർക്കൊരു അൺസർട്ടനിറ്റി ആണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഓക്കെ, അപ്പം കോൺഫിഡന്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് എന്റെ സജഷൻ. കാരണം നമുക്കതിനകത്ത് വേറെ വഴിയില്ല. എന്നാൽ സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. 40 ദിവസം പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് പകുതിയോളം പോയി. അത് വേസ്റ്റ് ആക്കാതെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സീരീസിൽ ജോയിൻ ചെയ്യുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് കുറവ് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ എക്സ്ട്രീംലി ലോ ആണ്. അപ്പൊ അങ്ങനത്തെ നമ്പർ ഓഫ് പീപ്പിൾ കുറവാണ്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഏകദേശം കട്ട് ഓഫ് റേഞ്ചിന്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം മാറി നിന്നൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്ന പോലെ എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അല്ലാതുള്ള ആൾക്കാർ റൈറ്റ് അവേ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ ഭയങ്കര മണ്ടത്തരമായി പോകും. ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞ പോലെ പാസ്സാവില്ല അല്ലെങ്കിൽ പാസ്സാവാൻ ചാൻസ് കുറവാണെന്ന് കരുതി ഒന്ന് സ്ലോ ആക്കി നിൽക്കുന്ന ഒരു റിസൾട്ട് വരുമ്പോൾ ക്ലിയർ ആവും. അത് ഭയങ്കര വിഷമമാണ്. അവസാനം വന്നിട്ട് ഇത് ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സമയം തിരിച്ചിട്ടില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ആ സമയം വേസ്റ്റ് ആക്കാതെ അടുത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആ ഒരു അറൗണ്ട് കട്ട് ഓഫ് റേഞ്ചിൽ ആണ് നിങ്ങളുടെ മാർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എനിക്ക് ഭയങ്കര യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ലിറ്ററലി എല്ലാ പ്രിലിംസിനും എഴുതിയിട്ടുള്ള എല്ലാ പ്രിലിംസിനും എക്സെപ്റ്റ് ആദ്യത്തെ പ്രിലിംസ് ദാറ്റ് വാസ് വേസ്റ്റ്. പക്ഷെ പ്രിപ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ പ്രിലിംസിനും ലിറ്ററലി ഞാൻ ബോർഡറിലായിരുന്നു. എപ്പോഴും എനിക്കും ബോർഡറിലായിരിക്കും മാർക്ക്. എന്റെ അമ്മ എന്നോട് പറയും, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണല്ലോ നീ, അങ്ങോട്ടും വീഴാ ഇങ്ങോട്ടും വീഴാ. ഓക്കെ, സോ എന്റെ 2017 ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ പോയ വർഷം 2 മീൻസ് എഴുതിയിട്ടാണ് ഫസ്റ്റ് മീൻസ്. ആ വർഷം എനിക്ക് ഇതേപോലെ ബോർഡറിലായിരുന്നു മാർക്ക്. ഞാൻ വിചാരിച്ചു ഓക്കെ കയറില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിച്ചില്ല. എന്നിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങുന്നത് പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ അന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 40 days എനിക്ക് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, നമുക്ക് റിസൾട്ട് വന്ന് നമുക്ക് സന്തോഷിക്കാൻ സമയമില്ല. ബിക്കോസ് നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് നമ്മൾ കയറി. പക്ഷെ നെക്സ്റ്റ് തിങ് ഇസ് വി നോ ദാറ്റ് വി ആർ ഓൾറെഡി 40 days ബിഹൈൻഡ്. ബാക്കി കാൻഡിഡേറ്റ്സ് ആ 40 days പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ദീപു പറഞ്ഞ പോലെ ഇത് ഭയങ്കര ക്രൂഷ്യലാണ്. ബിക്കോസ് ഇത് വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. ഞാൻ പിന്നെ എന്നിട്ട് ആ ഒരു ബാക്കി കിട്ടിയ ദിവസം കൊണ്ട് എങ്ങനെയൊക്കെയോ ഓപ്ഷനിലൊക്കെ പഠിച്ച ഒരു എന്താ പറയുക അധികം ടെസ്റ്റ് സീരീസും എഴുതാൻ പറ്റിയിട്ട് ആകെ മൊത്തം അങ്ങനെ
എഴുതി പോയി. എന്റെ ഭാഗ്യത്തിന് ഞാൻ മെയിൻസ് പാസ്സായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ എനിക്ക് മെയിൻസിന്റെ കട്ട് ഓഫിനേക്കാളും അന്ന് ഒരു 19 23 മാർക്ക് അങ്ങാണ്ടായിരുന്നു ജനറൽ കട്ട് ഓഫിനെക്കാട്ടും കൂടുതൽ എനിക്ക് മെയിൻസിൽ ഉണ്ടായിരുന്നത്. ഓബ്വിയസ്ലി ഞാൻ പാസ്സായില്ല. ഇന്റർവ്യൂവിന് ആവറേജ് മാർക്സ് ആയിരുന്നു, തോറ്റു. ഈ അറ്റംപ്റ്റിലും എനിക്ക് ഏകദേശം ബോർഡറില്ല, മീൻസ് കഴിഞ്ഞ അറ്റംപ്റ്റിനെക്കാട്ടും ഭേദാവസ്ഥയാണ്. പക്ഷെ നമുക്ക് ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ, ഈ ഇപ്പോഴത്തെ സ്പെഷ്യലി പേപ്പർ ടഫ് ആകുമ്പോൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ, അത് പിന്നെ EWS കൂടെ വന്നായിരുന്നു. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഓക്കെ 2017 ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓൾറെഡി 40 ദിവസം വേസ്റ്റ് ആക്കി ഒരു തവണ തോറ്റ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങള് ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ബോർഡറിലാണെങ്കിൽ സാരമില്ല, നമ്മൾ പാസ്സാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അടുത്ത കാര്യം ചെയ്യാം, മെയിൻസിൽ പഠിച്ചു തുടങ്ങാം. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻസ് പാസ്സാവാനുള്ള പ്രോബിലിറ്റി നിങ്ങളുടെ കുറയും. അപ്പോൾ നമ്മൾ പാസ്സാകുമെന്ന് നമ്മൾ വിചാരിക്കണം, എന്നിട്ട് നമ്മൾ പഠിക്കണം. ഓപ്ഷനിൽ വെച്ച് തുടങ്ങിക്കോളൂ, അതാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ ഓപ്ഷനിലും എസ്സേയും എത്തിക്സും വെച്ചിട്ട് നിങ്ങൾ അതായത് റിസൾട്ട് വരുന്നേക്കാട്ടും മുന്നുള്ള സമയം ഓപ്ഷനിലും എത്തിക്സും എസ്സേയും പഠിക്കുക. ഇതെന്തായാലും നിങ്ങൾ സീരിയസ് UPSC ആസ്പിറന്റ് ആണെങ്കിൽ ഇത്തവണ നിങ്ങൾ കയറിയില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾ പ്രിലിംസ് കയറും. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ പഠിച്ചത് യൂസ്ഫുൾ ആവും. അല്ലാതെ ഞാൻ പ്രിലിംസ് ബോർഡറിൽ വന്നു, ഞാൻ പഠിച്ചു, പക്ഷെ ഞാൻ പ്രിലിംസിന് പാസ്സായില്ല, അതുകൊണ്ട് ഞാൻ ഈ പഠിച്ചൊക്കെ വേസ്റ്റ് ആയി എന്നൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈവൻ ഇൻ ദ ലോങ് ടേം ഇതാണ് നല്ല സ്ട്രാറ്റജി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, റിഗാർഡ്ലെസ് ഓഫ് ദ പ്രിലിംസ് റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാനാണ് എനിക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയായാലും എഴുതുന്ന എല്ലാവരും ക്ലിയർ ആവില്ല, ഒരു ലിമിറ്റഡ് നമ്പർ ചെയ്യത്തുള്ളൂ. ഒരു പോസിബിലിറ്റി, അവിടെ പോസിബിലിറ്റി ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, പുറത്താവാം, പോകാനുള്ള മേ ബി ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം മേ ബി ക്ലിയർ ആയില്ലെങ്കിൽ ഹൗ യു ക്യാൻ റിമെയിൻ മോട്ടിവേറ്റഡ്, നമുക്ക് എങ്ങനെ അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിനൊരു നമ്മുടെ ഒരു ഡ്രീം, നമ്മുടെ ഒരു പാഷൻ തന്നെ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടി എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പ്രിലിംസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ടഫ് കോമ്പറ്റീഷൻ ആണ്. ഒരു 9-10 ലാക്ക് അപ്ലൈ ചെയ്യും, ഒരു 5-6 ലാക്ക് എഴുതും. ഈ എഴുതുന്ന 5-6 ലാക്കിൽ ഒരു 3-4 ലാക്ക് എങ്കിലും സീരിയസ് ആസ്പിറന്റ് ആയിരിക്കും. എന്നിട്ട് അവർ ആകെ 12,000 പേരാണ് ഇന്ന് വിളിക്കുക. സോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് ഈ പ്രിലിംസ് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മോശം എന്നല്ല, ഭയങ്കര ടഫ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. പിന്നെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. പ്രിലിംസ് റിസൾട്ട് വന്നു, നിങ്ങൾ കയറിയില്ല, സാരമില്ല, ഒരു 10 ദിവസം ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു വിളിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ കാണാം. നമുക്ക് പ്രിപ്പറേഷൻ ഇടയിൽ നിങ്ങൾ ഈ പ്രിലിംസിന് മെയിൻസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂവീസ് മിസ്സായിട്ടുണ്ടാവും, ഔട്ടിങ്സ് മിസ്സായിട്ടുണ്ടാവും, അതൊക്കെ ചെയ്യുക. എന്നിട്ട് കാമായിട്ട് തിരിച്ചു വരാം. ഇതൊരു മാരത്തോൺ ആണ്, ഇതൊരു 100 മീറ്റേഴ്സ് റേസ് അല്ല, അത് മനസ്സിലാക്കും. നമുക്ക് 100 മീറ്റേഴ്സ് റേസിന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു മാരത്തോൺ 42-21 കിലോമീറ്റർ ഓടി തീർക്കാൻ പറ്റില്ല. അപ്പൊ ലോങ് റൺ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഗോള് വേണം. അതെ, എൻഡ്യൂറൻസ് ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ്. തോൽക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു പോസിബിലിറ്റി ആണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത്തവണ തോറ്റു എന്ന് വെച്ചിട്ട് എല്ലാ തവണയും തോക്കുന്നൊന്നുമില്ല. ഇത്തവണ തോറ്റു സാരില്ല, അടുത്ത തവണ കുറച്ചും കൂടെ നല്ല റാങ്കോടെ പാസ്സാവുമെന്ന് വിചാരിക്കുക. ബാക്കി കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് തിരിച്ച് പഠനത്തിലേക്ക് വരാനാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതിനകത്ത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ആൻസർ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം അത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് പ്രിപ്പറേഷനിൽ എന്ത് മിസ്റ്റേക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം സീരിയസ് ആയിട്ട് ഒരു വർഷം പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ യു ആക്ച്വലി ഹാവ് എ ലോട്ട് ടു ഡു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പഠിച്ചു തുടങ്ങാം. ഒരു സീരിയസ് ആയിട്ട് പഠിക്കാതെ ജസ്റ്റ് ഒക്ടോബറിലോ നവംബറിലോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, എക്സാം എഴുതി, അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ മൈ സജഷൻ ഈസ് യു ടേക്ക് എ 1 month ബ്രേക്ക്. വീട്ടിലൊക്കെ പോയി റിഫ്രഷ് ആയിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങാം. കാരണം സമയം ലേറ്റായി, ഒക്ടോബർ ആയി, നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇഫ് യു ആർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റുഡന്റ്, ഡു ദാറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സപ്പോസ് യു ആർ എ ഫസ്റ്റ് അറ്റംപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് എഴുതി കിട്ടിയില്ല, അത്യാവശ്യം കാര്യമായിട്ട് ബേസിക്സും ഫണ്ടമെന്റൽസും പഠിച്ചു, ബട്ട് ഡ്യൂ ടു സം റീസൺസ് യു നോട്ട് ഏബിൾ ടു ക്ലിയർ പ്രിലിംസ്. അങ്ങനെയുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മൈ സജഷൻ ഈസ് യു ഫോക്കസ് ഓൺ ആൻസർ റൈറ്റിംഗ്. എവിടെയെങ്കിലും ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് ചേർന്നിട്ട് ആൻസർ റൈറ്റിംഗ് പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ചെയ്യുക. ഒരു ജാനുവരി തൊട്ട് അടുത്ത വർഷത്തെ പ്രിലിംസിനും പ്രോപ്പറായിട്ട് പഠിക്കുക. ഒക്ടോബർ നവംബർ ഡിസംബർ മന്ത്സ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഓൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പം നിങ്ങൾ ഒരു 3rd അറ്റംപ്റ്റോ 4th അറ്റംപ്റ്റോ ആണ് പ്രിലിംസ് ക്ലിയർ ആവാൻ പറ്റിയില്ല എന്നുള്ളൊരു ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിൽ
സജഷൻ ഈസ് യു ടേക്ക് എ സ്മോൾ ബ്രേക്ക്. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ പ്രിപ്പറേഷനകത്ത് നിന്ന് ഒന്ന് മാറി നിന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷനകത്ത് ഇൻ ജനറൽ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയെന്ന് നോക്കുക. കാരണം ഫണ്ടമെന്റൽസ് അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കില്ല പലപ്പോഴും പ്രിലിംസ് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ആകാൻ പറ്റിയില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രിലിംസ് അപ്രോച്ച് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ, ഈ ഒരു സൈക്കിളിൽ തന്നെ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ബ്രേക്ക് എടുത്ത്, ബ്രേക്ക് എന്ന് വെച്ചാൽ നോട്ട് എ ലോങ് ബ്രേക്ക്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്ടോബർ ആയി, ജൂണിലാണ് എക്സാം എങ്കിൽ നമുക്കൊരു കുറച്ച് ബ്രേക്ക് എടുക്കാമായിരുന്നു. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വന്ന് നമ്മളെ മിസ്റ്റേക്സ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അടുത്ത പ്രിലിംസിന് വേണ്ടി പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങും. പക്ഷെ അഗെയിൻ ഇഫ് യു ആർ ലൈക്ക് 3 to 4 അറ്റംപ്റ്റ് ഉള്ള ഒരാളാണ്, ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഇപ്പം ജോലി ആയില്ല, ഏജ്ഡ് ആണ്, അങ്ങനെയുള്ളതാണെങ്കിൽ ഈ സജഷൻ ഈസ് ഒരു ആൾട്ടർനേറ്റീവ് ഉള്ള കരിയർ ഓപ്ഷൻസ് കൂടെ സൈഡിൽ കൂടെ നോക്കുക. കാരണം ഒരു ജോലി കിട്ടിക്കുക പലപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ്, ജോലിയുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു കരിയർ നോക്കി സെറ്റായിട്ട് അടുത്ത പ്രിലിംസ് കൊടുക്കുന്നതിനെ പറ്റി സീരിയസ് ആയിട്ട് പഠിക്കുന്നതിനെ പറ്റി പഠിച്ചു തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ളൊരു ഒരു അഡ്വൈസ് ഇല്ല, ഡിപ്പെൻസ് ഓൺ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുക. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പേപ്പർ 2 എന്ന് പറയുന്നത് സിസാറ്റിന്റെ ഒരു പേപ്പർ, അപ്പൊ ജസ്റ്റ് ഒരു ഇപ്പൊ നമുക്കത് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. അത് 1/3 മാർക്ക് 200 1/3 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. പക്ഷെ പിന്നെ ഈ ഒരു വീക്ക് ഇപ്പൊ പലരും നമ്മൾ ഒരു നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പരിധി കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് പലരും. എസ്പെഷ്യലി മാത്സ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നെഗ്ലക്ട് ചെയ്ത് ആ ടൈമിൽ ചെന്ന് ചെയ്യാനൊക്കെ നിങ്ങൾ. അപ്പൊ ഈ ഒരു 1 വീക്കിൽ നമുക്ക് അതിന്റെ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്, അതൊക്കെയാണോ ആ ഒരു പേപ്പർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്? അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ഇഷ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട് സാധാരണ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അവിടെ എക്സാമ്പിൾ ഈ സിസാറ്റിനകത്ത് എന്താണ്? നിങ്ങൾ ഇതുവരെ സിസാറ്റിന് കാര്യമായിട്ട് പഠിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഉള്ള ഒരു 7 ദിവസം സിസാറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്യാൻ, കൂടുതലൊന്നും പഠിക്കില്ല. പിന്നെ വളരെ 10ാം ക്ലാസ് ലെവൽ മാത്സ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ബേസിക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ബേസിക് ടൈപ്പ് ലൈക്ക് ഒരു ഈ സ്ട്രീമിൽ അപ് സ്ട്രീം ഡൗൺ സ്ട്രീം, അപ്പം സ്ട്രീമിന്റെ സ്പീഡ് എത്ര, ട്രെയിൻ ആളെ പാസ് ചെയ്തു, ട്രെയിനിന്റെ സ്പീഡ് എത്ര, അല്ലെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത്, സ്റ്റേഷന്റെ ലെങ്ത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് UPSC കൂടുതലും മാത്സിൽ ചോദിച്ചു കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യങ്ങനെ ഒരു പോളുമ്പോ കയറി 2 സ്റ്റെപ്പ് താഴത്തേക്ക് മേലേക്ക് പോയി, പിന്നെ 3 സ്റ്റെപ്പ് ആകുമ്പോൾ എത്ര സ്റ്റെപ്പ് ആണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ ക്വസ്റ്റ്യൻ വീതം, എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ വീതം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും ഇത് കേപ്പബിൾ ആയിരിക്കും ചെയ്യാൻ. പക്ഷെ നമ്മൾ ഇതൊന്ന് ഫെമിലറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസാറ്റ് ടൈം സേവ് ചെയ്യാം. അതാണ് ഫസ്റ്റ് കാര്യം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലർ ആയിട്ട് കംപ്ലീറ്റ്ലി തൊടാതെ പോവാതിരിക്കുക, അത്രയും കോൺഫിഡന്റ് ആവാതിരിക്കുക. ജസ്റ്റ് മാത്സിന്റെ ഭാഗമെങ്കിലും ജസ്റ്റ് എല്ലാ ക്വസ്റ്റിന്റെ ഒരു മോഡലില് ഒരു ക്വസ്റ്റിനെങ്കിലും ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫെമിലർ ആയിട്ട് പോവാ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ്. ഇപ്പം ഇംഗ്ലീഷിൽ ചില കുട്ടികൾക്ക് ഭയങ്കര ആക്യുറസി ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ യൂഷ്വലി എന്റെ ഡിഗ്രി ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്റെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരുവിധം 1 or 2 തെറ്റിയാലായി, ബാക്കി ഒരു ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്, എന്റെ വിഷയം തന്നെ അതാണ്. അപ്പൊ ഞാൻ അത് കുറെ വാരിക്കോരി അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ആളുകൾ ചിലപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. അവർക്ക് ചിലപ്പോൾ ലാംഗ്വേജായിട്ട് അത്ര ഫെമിലിയറിറ്റി ഉണ്ടാവില്ല. ഈ ഗ്രാമർ ഒക്കെ നമ്മളത് സബ്ജക്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് അറിയൂ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് കുറച്ചും മാത്സും ഈ പസിലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും അറ്റംപ്റ്റ് ചെയ്യാം. കാരണം ഇംഗ്ലീഷിന്റെ ആൻസേഴ്സ് സബ്ജക്റ്റീവ് ആവും, മാത്സിന്റെ ആൻസർ ഒറ്റ ആൻസറുള്ളൂ. അപ്പൊ നിങ്ങൾക്കും അതറിയാം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതാക്കുക. അപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് അടിക്കാനുള്ള പ്രോബിലിറ്റി കുറയും. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ചില UPSCയുടെ ചില പസിൽസ്, ഈ റീസണിങ്, ലോജിക്കൽ റീസണിങ്ങിന്റെ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ 2-3 ലെയർ ഉണ്ടാവും അതിൽ. 2-3 കാര്യങ്ങൾ ഫിഗർ ചെയ്താലേ നമുക്ക് ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ സ്റ്റക്ക് ആവാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പസിൽ നിങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഭയങ്കര ടഫായിട്ട് തോന്നി എന്ന് വിചാരിക്കുക. അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്ത് പേപ്പർ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. അതൊരു പേഴ്സണൽ ചാലഞ്ച് ആയിട്ട് എടുക്കാതിരിക്കുക. ചില ആൾക്കാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ക്വസ്റ്റ്യന് ഇത് എനിക്ക് കിട്ടിയില്ല, ഇത്രയും ബുദ്ധിമാനായി എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് 20 മിനിറ്റ് കളഞ്ഞു എന്ന് എന്നോട് തന്നെ പേഴ്സണലി കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈഗോ ഒന്നും വിചാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ടഫായി തോന്നുകയാണെങ്കിൽ വിട്ടിട്ട് അടുത്ത, നമുക്ക് 33% മതി. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണെങ്കിൽ അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഇതാണ് എനിക്ക് സിസാറ്റിനെ പറ്റി പറയാനുള്ളത്. ഓവർ കോൺഫിഡന്റ് ആവാതിരിക്കുക. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് സിസാറ്റ് കയറാതെ, GS നല്ല മാർക്ക് ഉണ്ടായിട്ട് സിസാറ്റ് കയറാതെ പോയവരുണ്ട്. ഓവർ കോൺഫിഡന്റ് ആവാതിരിക്കുക സിസാറ്റിൽ.
സിസാറ്റ് എനിക്ക് അതിന് പറഞ്ഞതാണ് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്ത് സ്റ്റക്ക് ആവാതെ, കാരണം പാസ്സാവാനുള്ള കുറച്ച് മാർക്ക് മാത്രം മതി. അപ്പൊ അതിനകത്ത് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാം സിസാറ്റിനകത്ത്. ഓക്കെ, ഇംഗ്ലീഷാണ് നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാത്സ് ആണ് നമ്മുടെ വീക്ക്നെസ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് അതനുസരിച്ച് മാത്രം അപ്രോച്ച് ചെയ്ത് പോവുക. കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു വെപ്രാളം വരും, നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. അപ്പൊ അത് വെപ്രാളം വന്നാലും സ്റ്റിക്ക് ടു ദ പ്ലാൻ. ഓക്കെ, അപ്പൊ അത് മാറ്റി വെച്ച് നമുക്ക് അന്നേരത്തെ ഒരു ഇതിന്റെ പേരിൽ ഒരുപാട് കുത്താൻ പോയി കറക്റ്റ് ആയില്ല എന്നുള്ളൊരു ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, സിസാറ്റ് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് ക്ലിയർ ആവാനുള്ള മാർക്ക് സിസാറ്റിന് കിട്ടും, വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. അത് ഓവർ ബോധേഡ് ആവണ്ട, ഓവർ ടെൻഷൻ ആവാതെ ചെയ്താൽ മതിയാവും സിസാറ്റ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടേ. ഇത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാ. എന്റെ ഫസ്റ്റ് സീരിയസ് ആയിട്ട് ഞാൻ പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്ത വർഷം ടെൻഷൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഞാൻ 2 ബിസ്ക്കറ്റും കണ്ടും കഴിച്ചിട്ട് സിസാറ്റിന് പോയി. അത് ചെയ്യരുത്, കാരണം എനിക്ക് തല ചുറ്റി സിസാറ്റ് പരീക്ഷയുടെ ഇടയ്ക്ക്. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു വിധത്തിലാണ് അത് എഴുതിയെടുത്തത്. ഭാഗ്യത്തിന് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് ഒന്നും ആ സമയത്ത് വർക്കായില്ല. ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പാസ്സായത്. നിങ്ങൾ ദയവ് ചെയ്ത് ഉച്ചയ്ക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തമാശയായിട്ട് തോന്നും. അറ്റ്ലീസ്റ്റ് 2 പഴയെങ്കിലും കഴിച്ച് വെള്ളം കുടിച്ചിട്ട് പോവാ. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ഓടുന്നു ചാടുന്നൊന്നും ഇല്ല, നമ്മള് അപ്പൊ അത്രയും എനർജിയുടെ ആവശ്യമില്ല. പക്ഷെ ശരിക്കും നമ്മൾ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ പേപ്പർ 2 മണിക്കൂർ ഇരുന്ന് ചെയ്യുന്നത് വളരെ എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ യു നീഡ് എനർജി. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് സെറ്റ് ആയതിനു ശേഷം പോവാ. ഒന്നും കഴിക്കാതെ ഒന്നും പോകരുത്. ആ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കില്ല, അതിന് പകരം ഞാൻ കുറെ ഇക്വേഷൻസ് പഠിക്കാം, അങ്ങനത്തെ സ്ട്രാറ്റജി ഒന്നും ഫോളോ ചെയ്യും. ഓൾറെഡി 2 മണിക്കൂർ എക്സോസ്റ്റഡ് ആയിട്ടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. പേപ്പർ 1 കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത് പോകുമ്പോൾ വി നീഡ് സം എനർജി അല്ലേ, അത് തന്നെയാണ് മാത്രം നമുക്ക് ക്ലിയർ ചെയ്യാൻ. അതുപോലെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മള് മാസ്ക് വെച്ചിട്ടായിരിക്കും എക്സാം എഴുതുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടൊരു മാസ്ക് ഐഡന്റിഫൈ നേരത്തെ മേടിച്ചു വെക്കാം. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ആ ഒരു സാധനം അവിടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവും. സാധാരണ നമ്മളത് വെച്ചിട്ടല്ലോ വീട്ടിലൊക്കെ ഇരുന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മോക്ക് എക്സാം എഴുതുക. അത് വെച്ച് മുഖത്ത് വെച്ച് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും, ശ്വാസം എടുക്കാനൊക്കെ വരും, നമ്മളൊരു മെന്റലി ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരാൻ നമ്മുടെ തോട്ട് പ്രോസസ് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഈ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഒരു മാസ്ക് വെച്ചൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാസ്ക് വെച്ചൊന്ന് ഇത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മാസ്ക് തന്നെ മേടിച്ചു വെക്കാം. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതോ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇറിറ്റേഷൻ, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മാസ്ക് വെക്കുമ്പോൾ പ്രത്യേകിച്ച് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ മാസ്ക് വെക്കുമ്പോൾ അതിനകത്ത് ആ സ്പെക്സിനകത്ത് ഇത് കയറി വരുന്ന ഇഷ്യൂസും അങ്ങനെ കുറെ ഇഷ്യൂസ് കയറി വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് കയറി വരും. ഈ പ്രാവശ്യം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കൂടെ ഉണ്ടല്ലോ. പിന്നെ അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രിലിംസിൽ വരുന്ന മിസ്റ്റേക്സിൽ പ്രിലിംസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. നമ്മളതെല്ലാം സംസാരിച്ചപ്പോൾ ഇനി ഒരു 1 വീക്കിൽ അപ്പൊ എന്താണ് ദീപുവിന് സ്റ്റുഡൻസിനോട് അവരോട് എന്താണ് പറയാനുള്ളത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞാണ്. എന്നാലും ദീപു സമ്മപ്പ് ചെയ്ത ദീപുവിന് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു 1 വീക്ക്. അതായത് നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതല്ല പ്രിലിംസിന് പലപ്പോഴും മാറ്റർ ചെയ്യുന്നത്, പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം നന്നായിട്ട് നമുക്ക് റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നു, പഠിച്ച കാര്യങ്ങളെയും നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെയും നമ്മുടെ ലോജിക്കും റാഷണാലിറ്റിയും തിങ്കിങ് പ്രോസസ്സും വെച്ച് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര കോൺഫിഡന്റ് ആയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാന്ന് ഐഡന്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് വെച്ചിട്ടാണ് പലപ്പോഴും പ്രിലിംസ് പാസ്സാവുന്നത്. അപ്പം പ്രിലിംസ് നമ്മൾ ഒരുപാട് വട്ടം പാസ്സായ ഒരാളാണെന്ന് പറഞ്ഞിട്ടോ ഒരുപാട് നോളജ് ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടോ പ്രിലിംസ് പാസ്സാവണമെന്നില്ല. ഓക്കെ, ആ 2 മണിക്കൂർ നമ്മുടെ മനസ്സിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ യുവർ സെൽഫ് ഫോർ ദാറ്റ് 2 hours, ഇറ്റ്സ് വെരി ഹാർഡ് ടു ക്ലിയർ പ്രിലിംസ്. അപ്പൊ ആ ഒരു സാധനം മനസ്സിൽ വെച്ചേക്കുക, കോൺഫിഡന്റ് ആയിട്ട് പോവുക. ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം. മെയിൻസിന്റെ സമയത്ത് വാട്ട് ഡിസൈഡ്സ് യുവർ വിക്ടറി ഇൻ മെയിൻസ് ഈസ് ഹൗ മച്ച് യു പ്രാക്ടീസ് ബിഫോർ മെയിൻസ്. ഓക്കെ, പ്രിലിംസ് അതല്ല. പ്രിലിംസിന് മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ ഈസ് വാട്ട് യു ഡു ഇൻ ദാറ്റ് 2 hours. ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാം അറ്റംപ്റ്റ് കൊടുക്കുക. അത്രമാത്രമേ. എനിക്ക് ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഫിഡൻസ് വേണം നമ്മുടെ പ്രിപ്പറേഷനിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രിലിംസ് ദീപു പറഞ്ഞ പോലെ തന്നെ ഒരു മെന്റൽ ഗെയിമാണ്. ഇതൊരു കോൺഫിഡൻസിന്റെയും പ്രസൻസ് ഓഫ് മൈൻഡിന്റെയും ഗെയിമാണ്, നോളജിന്റെ മാത്രം ഗെയിമല്ല. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊരു പരീക്ഷ മാത്രമാണ്. ഇതിനെക്കാട്ടും ജീവിതത്തിൽ ഇപ്പൊ കൊറോണ പോലത്തെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഒരു കുഞ്ഞി പരീക്ഷ മാത്രമാണ് ഇത്. അതിന് അനാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് അവനവനെ തന്നെ സ്ട്രെസ് ചെയ്യാതിരിക്കുക. ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള ഒന്നല്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സാം എന്നുള്ളത്, ഒരു ജോബിനുള്ള എക്സാം എന്നുള്ള രീതിയിൽ മാത്രമായിട്ട്.
പല എക്സാം പോലത്തെ ഒരു എക്സാം അങ്ങനെ മാത്രം വിചാരിച്ച് പോയി ചില്ലായിട്ട് പോയി എഴുതി. ഇത് നല്ലൊരു അനുഭവം എന്ന് വിചാരിച്ചിട്ട് പോയി എഴുതുക. നമ്മുടെ ഒരു ഹംബിൾ ഇനിഷ്യേറ്റീവ് ഇത്ര നേരം നിങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദീപു ആയാലും അനു ആയാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. രണ്ടുപേർക്ക് അപ്പൊ എന്റെ താങ്ക്സ്. നമ്മളിപ്പോ തുടങ്ങിയപ്പോൾ താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ഫോർ ദിസ് ടൈം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പൊ നമ്മളിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ദീപു താങ്ക് യു, അനു താങ്ക് യു ഫോർ ദിസ് ടൈം. ഓക്കെ, നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിളിച്ചു. ഹോപ്പ്ഫുള്ളി താങ്ക് യു.